നമുക്കിന്ന് ജീം എങ്ങനെയാണെന്ന് എഴുതുന്നത് നോക്കാം. ജീം പഠിച്ചാൽ തന്നെ അതിൽ ഹാവും ഹാവും വരുന്നുള്ളതുകൊണ്ട് ഈ ഒരു 3 അക്ഷരം അതിനകത്ത് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു ചെരുവിൽ തുടങ്ങി നേരെ വരച്ച് അവിടുന്ന് നേരെ പുറകോട്ട് വരുമ്പം കുറച്ച് ആ വരയെ കൂടെ തന്നെ കുറച്ച് പുറകോട്ട് വന്നിട്ട് വേണം താഴോട്ട് വരാൻ. പിന്നെ നമ്മൾ തുടങ്ങിയ ഭാഗത്തിന് നേരെ വേണം നമ്മൾ താഴോട്ട് ചെരിയുമ്പം സ്ട്രോക്ക് കൊണ്ട് നിർത്താൻ. ഇങ്ങനെ നേരെ അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആകാൻ പാടില്ല. അതാണ് അതിൻ്റെ വൃത്തിയായിട്ട് എഴുതുമ്പം ഇങ്ങനെയാണ് വരേണ്ടത്. പിന്നെ ഈ ലാസ്റ്റ് അവസാന ഭാഗം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിർത്തി നമ്മൾ വരച്ച് ചേർക്കണം. ചിലവർക്കത് പേനയിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ വരച്ച് ചേർത്താൽ മതി. അതിൻ്റെ എഡ്ജ് ഭാഗം ലാസ്റ്റ് പോർഷൻ വരച്ച് ചേർത്താൽ മതി. അകത്തൊരു നുക്ത ഇട്ടാൽ ജീമായി, മുകളിലിട്ടാൽ ഹ ആയി. ഈ കൂട്ടക്ഷരം ജീമ് കൂട്ടക്ഷരത്തിൽ എഴുതുമ്പം ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. നമ്മളിപ്പം ആദ്യം എഴുതുന്നതും വരാറുണ്ട്, എങ്കിലും കൂടുതലായിട്ടും കൂട്ടക്ഷരം എഴുതുമ്പം നമ്മൾ ഈ ഒരു സ്റ്റൈലിലുള്ള ഹ ആണ് എഴുതുന്നത്. കുറച്ചും കൂടെ മറ്റേനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണിത്. ഇനി നമ്മൾ ആദ്യം എഴുതിയ ഹാ തന്നെ കൂട്ടക്ഷരത്തിൽ എഴുതുമ്പം അതിൻ്റെ ചെറിയൊരു മാറ്റത്തോടു കൂടി യൂസ് ചെയ്യാറുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു നമ്മൾ ആദ്യം പഠിച്ച സ്ട്രോക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു എസ് ടൈപ്പ് സ്ട്രോക്ക് ഇട്ടിട്ട് അവിടുന്ന് നേരെ വരച്ച് ഈ ജീമ് തന്നെ വന്ന് അതിൻ്റെ അവസാന ഭാഗത്തിൽ ചെറിയ കൂട്ടക്ഷരം കൂട്ടി നമ്മൾ ആ കണ്ടിന്യൂവേഷന് വേണ്ടി ചെറിയൊരു തിരിവ് വളവും ഇട്ട് വെക്കുമ്പം അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇനി വാവ്, ഫ അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങ് കൂട്ടി, മീമ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കൂട്ടി വിടാൻ പറ്റും.